ഞാൻ ലെവൽ ടാറ്റു അടിച്ച് എന്തുകൊണ്ടാവും? അപ്പോൾ ഈ ലെവൽ ടാറ്റു അടിക്കാതെ നിങ്ങൾ ചിലപ്പോൾ ഓമണി പത്മേഹം എന്ന് പറഞ്ഞൊരു എന്താ പറയുക ഒരു ഫ്ലാഗ് ഉണ്ടല്ലോ, അപ്പോൾ അത് നിങ്ങളെ വണ്ടിയിൽ വെക്കുകയാണ്. അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷന് ചിലപ്പോൾ സ്പെസിഫിക് കളർ പെന്ന് ഉപയോഗിക്കുകയാണ്, അതിന് ഒരു പ്രത്യേകതരം മഷീർ അതിലൊന്നും സത്യം പറഞ്ഞാൽ അതൊക്കെ സെക്കൻഡറി ആണെന്ന് വേണമെങ്കിൽ പറയാം. മെയിൻ സംഭവം എന്താ? മെയിൻ സംഭവം പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങണം. ഇത് ചിലപ്പോൾ സ്പിരിച്വാലിറ്റിയിലേക്ക് ഇറങ്ങാനും മെഡിറ്റേഷൻ ചെയ്യാനും അങ്ങനെ ഏതെങ്കിലും ഒരു സ്കൂൾ ഓഫ് ടീച്ചിങ് ഫോളോ ചെയ്യാനും അതിനെക്കുറിച്ച് സ്പിരിച്വാലിറ്റിയെ കുറിച്ച് കൂടുതൽ പഠിക്കാനും ഈ ഇങ്ങനത്തെ മെയിൻ കാര്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. പക്ഷേ കൂടുതൽ ഇങ്ങനത്തെ ഇതെന്നറിയാം. ഇതിനുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ടാറ്റു 11 കടിച്ച് പക്ഷേ നിങ്ങളെ ചക്കരൊക്കെ വളരെ ശോചനീയ അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസും തന്നെ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾ കൂടുതൽ കണക്റ്റ് ആവുക ഹയർ ബീയിങ്സ് ആൻഡ് അതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളൊരു പോസിറ്റീവ് കുറച്ച് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് ഫീലിംഗ് കിട്ടുന്നുണ്ട്. അതിനാണെങ്കിൽ അത് എന്ത് തന്നെ നിങ്ങളുടെ റീസൺ ആയിക്കോട്ടെ. കാരണം പല ഉത്തരങ്ങളിലും കേൾക്കാൻ ആൾക്കാർ ഇപ്പോഴും റെഡിയല്ല. അപ്പം അത് സാരല്ല, അത് നിങ്ങൾ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് കുറച്ചൊരു ഗുഡ് ഫീൽ തരുന്നുണ്ട്, നിങ്ങൾ കുറച്ച് പോസിറ്റീവ് ആവുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആക്ഷൻ എടുക്കണം. ഓക്കെ, അപ്പോൾ ടാറ്റു അടിച്ച ഓക്കെ കുഴപ്പമില്ല, നല്ല കാര്യം. പക്ഷേ അതിനേക്കാളും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ആക്ഷൻ എടുക്കുക, നമ്മളതിൽ പ്രാക്ടീസസ് ചെയ്യുക. അപ്പം അത് കുറച്ചും കൂടിയൊക്കെ ചെയ്തിട്ട് ഇതുപോലെ ഞാനിപ്പോൾ കഴിഞ്ഞ 21 ദിവസം അടുപ്പിച്ച് മെഡിറ്റേഷൻ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അത് ഈ ടാറ്റു അടിച്ചതിനേക്കാളും കൂടുതൽ നിങ്ങളെ ഒരു സ്പിരിച്വൽ പാതയിലേക്ക്, നിങ്ങൾ അലൈൻമെൻറ്റിലേക്കൊക്കെ എത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചാലഞ്ചസ് ആയിക്കോട്ടെ ഇനി. ഓക്കെ.